പ്രശ്നം ലെബനൻ നമുക്കറിയാവുന്നതുപോലെ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. അത് പിന്നീട് മുസ്ലിം രാജ്യമായി മാറുകയായിരുന്നു. മുസ്ലിം രാജ്യമായി മാറിയതിന് ശേഷം ഇപ്പോൾ അവിടെ ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചു. ആ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പലരും പഴയ കഥകളൊക്കെ പറയുകയാണ്. അന്ന് ആ ക്രിസ്ത്യൻ രാജ്യം, അത് നമുക്കറിയാം, ലെബനൻ എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും ടൂറിസത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ മുന്നിൽ നിന്ന ഒരു രാജ്യം. ആ രാജ്യമാണ് പിന്നീട് തകർന്ന് തരിപ്പണമായി തീവ്രവാദത്തിൻ്റെ ഒരു കേന്ദ്രമായി സമാധാനമില്ലാത്ത രാജ്യമായി മാറിയത്. എന്തായാലും അവിടെ നിന്ന് പലരും പഴയ ഞങ്ങളുടെ രാജ്യം ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ അനുഭവിച്ച വേദനകൾ അവർക്ക് ഇപ്പം ഈ ഹിസ്ബുള്ളയുടെ തലവൻ മരിച്ചതിന് ശേഷമാണ് പറഞ്ഞു തുടങ്ങുന്നത്. നേരത്തെ അവർക്ക് പറയാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അവർ ധൈര്യത്തോടെ പലരും തങ്ങളുടെ അനുഭവം, ഞങ്ങൾ ഇത്രയും കൊടും ക്രൂരത അനുഭവിച്ചത് എങ്ങനെയാണെന്ന് ഓർത്തെടുത്ത് പറയുകയാണ് പലരും. അതിനകത്ത് ഒരു യുവതിയുടെ, ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ശ്രദ്ധേയമാവുന്നുണ്ട്. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്, എന്താണ് അവരുടെ പേര്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്? ലെബനൻ യുവതി ബ്രിജിത്ത് ഗ്രമിയൻ എന്ന ഒരു സ്ത്രീ കൊടുത്തേക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ. കാരണം നമ്മളിപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ജോണ് പറഞ്ഞതുപോലെ പലരും പലരെയും ന്യായീകരിക്കുന്നുണ്ട്. ലെബനിൽ കയറി അടിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്, ഇസ്രായേൽ കാണിക്കുന്നത് എന്താണ്. പല രണ്ട് ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഈ ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പഴയ ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് അവർ പറയുന്നത്. വളരെ കഥനമായ ഒരു കഥയാണ് അവർ പറയുന്നത്. അതേപോലെ ഞാൻ വായിച്ചു കേൾപ്പി. അവരെ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് അവർ പറഞ്ഞതിൻ്റെ മലയാള പരിഭാഷ നമ്മുടെ ഭാഷയിലല്ല, അവരുടെ ഭാഷയിൽ തന്നെ നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാം. കാരണം അറിയാത്തവരത് കേൾക്കട്ടെ. കാരണം എന്തായിരുന്നു ലെബനൻ, എങ്ങനെയുള്ള രാജ്യമായിരുന്നു, ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അവിടെ അത് അനുഭവിച്ച ഒരു യുവതി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ നേരിട്ട് പറയുന്നതാണ്. അതായത് അവരുടെ പേര് ബ്രിജിത്ത് ഗ്രമിയൻ എന്ന ലെബനീസ് യുവതി. അവർ പറഞ്ഞതാണ് 1970 വരെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്നു രാജ്യത്തിന് സംഭവിച്ച കഥന. മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ഞങ്ങളുടെ രാജ്യം. ഞങ്ങൾ നല്ലവരായിരുന്നു. ഞങ്ങൾ ബഹുസ്വരതയെ പ്രോത്സാഹിപ്പിച്ചു. ബഹുസ്വരത അറിയാമല്ലോ, ഇവിടെ അതാണല്ലോ പറയുന്നത്. ഞങ്ങൾ മറ്റുള്ളവരെയെല്ലാം ഞങ്ങളുടെ രാജ്യത്തേക്ക് സ്വീകരിച്ചു. പ്രധാനമായും ഞങ്ങൾ ചുറ്റുമുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ മിഡിൽ ഈസ്റ്റിൻ്റെ ഹൃദയഭാഗത്തേക്ക് ഞങ്ങൾ ആനയിച്ചു. പാശ്ചാത്യ സംസ്കാരം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനായിരുന്നു അത്. അവർ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ആൾക്കാരായിരുന്നു, മനസ്സിലായില്ല. അപ്പം ഒരു മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യൻ രാജ്യം, അതായത് കുറച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ സമ്പന്നമായ പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യം. അപ്പം ആ പാശ്ചാത്യ സംസ്കാരത്തെ മറ്റുള്ള വട്ടമുള്ള അത്തരത്തിൽ സംസ്കാരമില്ലാതെ അത്തരത്തിൽ ഉയർച്ചയില്ലാതെ കിടന്ന അറേബ്യൻ രാജ്യങ്ങളിൽ കൂടി അത് പടർത്തുന്നതിന് വേണ്ടി അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെയെല്ലാം അവർ സ്വീകരിച്ച് അവരെ ഇതെല്ലാം പഠിപ്പിക്കുന്നതിനും ഈ ഒരു രീതിയിലേക്ക് ആക്കുന്നതിനും ശ്രമിച്ചതാണ് അവർ ചെയ്ത ആദ്യത്തെ കുറ്റം, അല്ലെങ്കിൽ അത് ഞാൻ പറയാം. അപ്പം ഞങ്ങൾ നല്ല യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു. ആ യൂണിവേഴ്സിറ്റികളിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്ന് പഠിച്ചു. അവർ ബിരുദങ്ങൾ നേടി. അവരവിടെ ജോലി ചെയ്തു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായിരുന്നു ലെബനൻ. മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്ന്, ബാങ്കിങ് ക്യാപിറ്റൽ എന്നും അറിയപ്പെട്ടിരുന്നു. 1970-കൾക്ക് ശേഷം എല്ലാം മാറി മറിഞ്ഞു. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു. ക്രിസ്ത്യാനികൾ ഒരു കല്യാണം കഴിക്കുമ്പോൾ അവർ 4 കല്യാണം വരെ കഴിച്ചിരുന്നു. എല്ലാവരും അല്ല, ഭൂരിപക്ഷം ആൾക്കാരും മുസ്ലിങ്ങൾ 4 കല്യാണം വരെ കഴിച്ചിരുന്നു. ഭൂരിപക്ഷമായ മുതൽ അവർ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി. അവർ ഭൂരിപക്ഷമായ 70-ന് ശേഷം ഭൂരിപക്ഷമായി തുടങ്ങി കൂട്ടക്കൊല. 1974 ഞങ്ങൾ യാത്രകൾ വരെ നിർത്തിവെച്ചു. ക്രിസ്മസിനും മറ്റും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെയും കാണാൻ ബെയ്റൂട്ടിലേക്ക് പോകുമായിരുന്നു, അതെല്ലാം നിർത്തി. അപ്പം ഇവര് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് ഇവർ നമ്മളൊക്കെ ആകുന്നല്ലേ യാത്ര ചെയ്യുമല്ലോ. ഒരു 74 ആയപ്പോഴത്തേന് ഈ യാത്രകൾ, ആഘോഷങ്ങൾ സംബന്ധിച്ചുള്ള യാത്രകൾ നിർത്തി. യാത്രകളൊക്കെ നിർത്തിയപ്പോൾ ഇവർ കുഞ്ഞായിരുന്നു. ഇവർ ചോദിച്ചു, അപ്പ എന്താ നമ്മളിപ്പോൾ യാത്രയൊന്നും പോകാത്ത? അന്നേരം പപ്പ പറഞ്ഞു, വേണ്ട മക്കളെ, നമുക്ക് പോകണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പൊ പിന്നീട് ഇത് തിരക്കിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, മുസ്ലിങ്ങൾ യാത്രയിൽ വഴിയിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുമായിരുന്നു. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും അവർ വണ്ടികൾ പരിശോധിക്കും. വണ്ടികൾ പരിശോധിച്ചിട്ട് ഐഡൻറ്റി കാർഡ്
തരാൻ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഈ ഐഡന്റിറ്റി കാർഡിൽ അവരുടെ രാജ്യത്തിന്റെ ഐഡന്റിറ്റി കാർഡിൽ ആ ജാതി രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്ത്യാനികളെ വെളിയിലിറക്കി കൂട്ടത്തോട് കൊല ചെയ്യുന്ന, രാത്രിയിൽ പോലീസ് ചെക്ക് പോസ്റ്റുകൾ പോലെ രാത്രികാലങ്ങളിൽ മുസ്ലിങ്ങൾ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തിരുന്നു 1974 മുതൽ. ആ കാലഘട്ടത്തിൽ അവർക്കത് ഫീൽ ചെയ്തു. 75 ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടു. ഈ ആഭ്യന്തര യുദ്ധം പുറപ്പെടാൻ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞായറാഴ്ച തോക്കുധാരികളായിട്ടുള്ള മുസ്ലിങ്ങൾ കയറി പള്ളിയിൽ വെടിവെച്ചു. 4 പേര് കൊല്ലപ്പെട്ടു. 4 പേര് കൊല്ലപ്പെട്ടും വിവിധ ആയിട്ടുള്ള ആൾക്കാർക്ക് പരിക്കേറ്റ് കഴിഞ്ഞപ്പോൾ ആഭ്യന്തര യുദ്ധമായി 1975. അന്നേരമാണ് അവർക്ക് മനസ്സിലാവുന്നത് അവിടുത്തെ മുസ്ലിങ്ങളെ സഹായിക്കാൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ സംഘടിതരായിരുന്നു. അതുവരെ മനസ്സിലാക്കാത്ത പോലും ഈ യുദ്ധം തുടങ്ങിയപ്പോഴാണ് ആ രാജ്യത്തെ മുസ്ലിങ്ങൾ സംഘടിതരായിരുന്നു. അവർക്ക് സഹായിക്കുന്നതിന് പണവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചെയ്യുന്നതിന് സൗദി അറേബ്യ ഒതുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ഇസ്രായേലിനോട് യുദ്ധം ചെയ്താൽ പണി കിട്ടുമെന്ന് കണ്ടുകൊണ്ട് അന്നത്തെ സൗദി അറേബ്യയുടെ സ്വഭാവമാണ് ഈ പറയുന്നത്. എന്നിട്ട് അതുവരെ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ടും കരുതിയിരുന്ന മുസ്ലിങ്ങൾ അവരേതോ ഒരു വലിയ മുസ്ലിം രാജ്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള പോലെ ഞങ്ങളടുത്ത് പെരുമാറുകയും ഞങ്ങളെ ഉപദ്രവിക്കുകയും ഞങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇല്ലായ്മ ചെയ്യുകയും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് പള്ളിയിൽ പോകാനോ സ്വതന്ത്രമായിട്ട് നടക്കാനോ വിഹരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആധിപത്യം സ്ഥാപിച്ചു. അവർ പറയുന്നത് 1940 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ 40 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 70% ക്രിസ്ത്യാനികളായിരുന്നു. അപ്പം ഇവരുടെ ആ വിശാല മനസ്സുകൊണ്ട്, ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളുടെ ആ വിശാല മനസ്സുകൊണ്ട്, ലെവലിലെ വിശാല മനസ്സുകൊണ്ട് അന്ന് അവരുണ്ടാക്കിയ സംവിധാനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രി മുസ്ലിം ആയിരിക്കും. അതുപോലെ വേറെ ചില ജാതികളൊക്കെ ഉണ്ട്. ഇവർക്കെല്ലാം പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലായിരുന്നു അവരുടെ ഭരണ സംവിധാനം പോലെ ഒരുക്കിയിരുന്നത്. പക്ഷേ ഇവർക്ക് ഭൂരിപക്ഷം വന്നതിന് ശേഷം ഇതെല്ലാം തച്ചുടച്ചുകൊണ്ട് അവരുടെ മാത്രം ഒരു രാജ്യമായി, പിന്നെ ഹിസ്ബുള്ളയായി, അടിമകളെ പോലെ ഒരു മുസ്ലിം രാജ്യമായിട്ട് ജീവിക്കുന്ന ഒരു കഥ ഒരു സ്ത്രീ പറയുകയാണ്. ഇതേ അവസ്ഥയിൽ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ഈ ഇറ്റലി പോലെയും ഫ്രാൻസ് പോലെയും ഇപ്പോൾ ബ്രിട്ടൻ പോലെയുമുള്ള രാജ്യങ്ങൾ. അതായത് ഇവരെല്ലാം ഈ മാർപ്പാപ്പ എന്ന് പറയുന്ന ആളും, അല്ലെങ്കിൽ കുറ്റം പറയല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു വിശാല മനസ്സുകൊണ്ട് ഈ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം. ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധ സമയത്ത് അവിടുന്ന് ഈ അഭയാർത്ഥികളായിട്ട് വന്നുള്ള മുസ്ലിങ്ങളെ കയറ്റിയ ആകെ രാജ്യം ലെബനൻ മാത്രമേ ഉള്ളൂ. ബാക്കി മുസ്ലിം രാജ്യങ്ങൾ പോലും ആ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായ സമയത്ത് അവിടുന്ന് ഇവരെ കയറ്റിയതോടുകൂടി അവരുടെ കാര്യം തീർന്നു. അവിടുന്ന് ഈ മുസ്ലിങ്ങൾ ഇവിടെ കയറി ഈ മുസ്ലിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചായിട്ട് ഒരു കാലത്തും കണ്ടിട്ടില്ലാത്തോളം ശത്രുക്കൾ പോലും പെരുമാറാത്തക്കവണ്ണമാണ് അവിടുത്തെ പെരുമാറിയിട്ട് സംഘടിതമായിട്ടുള്ള ആക്രമണം, അതിന് വേണ്ട സപ്പോർട്ടുകൾ. ആ സംഘടിതമായിട്ടുള്ള ഇവരുടെ ഉദ്ദേശം, സൗദി അറേബ്യ പോലെയുള്ള രാജ്യത്തിന്റെ ഉദ്ദേശം എന്ന് ഈ സ്ത്രീയുടെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് ഇസ്രായേലിനെ കടല് കടത്തുക എന്നുള്ളതാണ്. അപ്പം ഇസ്രായേലിനെ കടല് കടത്തുന്നതിന് വേണ്ടി ലെബനെ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്താണല്ലോ. അപ്പോൾ ലെബനിൽ അവരുടെ സ്വാധീന വലയത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞാൽ അതിന് അവരുടെ സംവിധാനങ്ങൾ കൊണ്ടുവച്ച് ഇവരോട് ആക്രമിക്കുന്നതിന് വേണ്ടി, അതായത് അന്നേ തയ്യാറെടുത്തിരുന്നു. അതിനൊരു സമയം എപ്പോഴും ഇസ്രായേലിനെതിരെയുള്ള തയ്യാറെടുപ്പുകൾ അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്തു നിന്ന് കുറച്ചു പേരെങ്കിലും വിട്ടു നിൽക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. കാരണം ഇസ്രായേലിനോട് അടിച്ചു കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തിനകത്ത് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് സിറിയ ഉൾപ്പെടെയുള്ള രാജ്യവും സൗദി അറേബ്യ ഉൾപ്പെടെ ഉള്ള രാജ്യവും ഇറാൻ എന്ന് പറയുന്നത് പിന്നെ നശിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് ഈ ഒരു ഇവരുടെ വർത്തമാനത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരു രാജ്യം അവരുടെ വിശാലത കൊണ്ടും അവരുടെ സഹിഷ്ണുത കൊണ്ടും അല്ലെങ്കിൽ ജനാധിപത്യ പുരോഗതിയിൽ ഉള്ള ഒരു രാജ്യം, ആ രാജ്യം അയൽപക്കക്കാരെയും അല്ലെങ്കിൽ ആശ്രയിച്ച് വരുന്നവർക്കും ആശ്രയം കൊടുത്തതിൻ്റെ ഒരു ഫലം ആണ് മിഡിൽ ഈസ്റ്റിലുള്ള പാരീസ് എന്നറിയപ്പെടുന്ന ലെബനൻ എന്ന് പറയുന്ന രാജ്യം ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ. അതായത് ക്രിസ്ത്യൻ രാജ്യമായിരുന്ന മിഡിൽ ഈസ്റ്റിലെ ഏക രാജ്യം പാരീസ് എന്നറിയപ്പെടുന്ന, മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നറിയപ്പെടുന്ന രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന രാജ്യം. അവരുടെ സമ്പത്തൊക്കെ ഭയങ്കര കൂടുതലാണ്. ആ രാജ്യം ഒരു മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അഭയാർത്ഥി മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളും അഭയാർത്ഥി മുസ്ലിങ്ങളുടെ കൂടി അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ സ്വന്തം കൂടപ്പറപ്പുകളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ കൊന്നു തള്ളി ആ രാജ്യത്തിൻ്റെ ആധിപത്യവും
ബാക്കി ഇനിയും ജീവിച്ചിരിക്കുന്നവരെ അടിമകളെ പോലെ വെച്ചിരിക്കുന്ന ഒരു കഥയുമാണ് ഒരു ലെബനൻ സ്ത്രീ. വേറെ ആരുമല്ല, ലെബനൻ സ്ത്രീ. അവര് എപ്പോഴും ലെബനിൽ തന്നെയാണ്, എപ്പോഴും ലെബനിൽ തന്നെ. അവർ ഇന്റർവ്യൂ കൊടുത്തത് എനിക്കൊന്ന് ഇന്ത്യ വന്നിട്ട് ഇങ്ങനെ ഒരു ചാനലിന് കൊടുത്ത അവിടുത്തെ അവസ്ഥയെപ്പറ്റി അവരുടെ അനുഭവത്തെപ്പറ്റിയും പറഞ്ഞൊരു കഥയാണ്. ഇത് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇന്ത്യയുടെ ഇപ്പം ഈ CAA സമരമൊക്കെ ഇവിടെ നടന്നല്ലോ, അല്ലെങ്കിൽ മ്യാൻമറിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കയറ്റണം, ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കയറ്റണം, ഇവിടുന്നുള്ള ആൾക്കാരെ, അനധികൃതമായിട്ടുള്ള ആൾക്കാരെ എല്ലാം കയറ്റി ഇവിടെ നമ്മൾക്ക് വേണമെന്ന് വെക്കുമ്പോൾ നമ്മളുടെ കുടിയേറ്റ നിയമം, അല്ലെങ്കിൽ ഈ കുടിയേറ്റ നിയമം നമുക്ക് പ്രത്യേകിച്ചുള്ളതും നമുക്ക് നമ്മുടേതായ നിയമം ഉള്ളതും എല്ലാവരും പറയുന്ന അവസ്ഥയിലുള്ള നമുക്ക് ഉള്ളത് കൊണ്ടും അതിന് നിർബന്ധം പിടിക്കുന്നതിൻ്റെയും കാരണം ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികളും ഇവിടുത്തെ ഹിന്ദുക്കളും, ഹിന്ദുരാജ്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം ഉള്ളതുകൊണ്ട് ആ രാജ്യമുള്ളവർ മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ ആ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഈ കാര്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലെബനനിൽ ഇന്ന് നടക്കുന്ന യുദ്ധം കാലേ കൂട്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി ലെബനൻ തയ്യാറെടുത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് യുദ്ധം. ഈ യുദ്ധം ഒരുപക്ഷെ ലെബനൻ്റെ പഴയ തിരിച്ചുവരവിന് വേണ്ടി ആണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടുന്ന് അന്ന് പലായനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ പറ്റാതെ അവിടുന്ന് ഓടിപ്പോയ കണ്ടമാനം ക്രിസ്ത്യാനികളുണ്ട്. ആ ക്രിസ്ത്യാനികളെ തിരിച്ചവിടെ പുനരധിവസിപ്പിക്കുന്നതിന്, അവർക്ക് തിരിച്ചു വരുന്നതിനും ആഗ്രഹമുള്ളവരെ തിരിച്ചു പാർപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അത് ആവശ്യമായ കാര്യമാണ്. കാരണം ഒരു രാജ്യത്തെ നശിപ്പിച്ചിട്ട് ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്ത് ഒരു മതരാഷ്ട്രമാക്കി പോകുന്ന ഒരവസ്ഥ, തീവ്രവാദികളുടെ ഈ രീതി രാജ്യത്തുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ലെബനൻ കൂടി തിരിച്ചുവരൽ കൂടി മറിച്ചൊരു തീരുമാനം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ തിരിച്ചുവരവ് ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷേ ഇസ്രായേൽ സാധിച്ചു കൊടുക്കും എന്ന് നമുക്ക് തോന്നുന്നു. അത് ഈ കഥ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞത് ഇന്ന് ലെബനനിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി, പണ്ട് ലെബനൻ എങ്ങനെയായിരുന്നു എന്ന കാര്യവും അറിയാൻ വേണ്ടിയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.